ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് മൈ ഫസ്റ്റ് വീഡിയോ ഓൺ യൂട്യൂബ്. എൻ്റെ പേര് മാർഷൽ എന്നാണ്. ഞാനൊരു കൊച്ചിക്കാരനാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യണത് എന്തെന്ന് വെച്ചാൽ, ഞാനൊരു സോളോ ട്രിപ്പ് എൻ്റെ ബുള്ളറ്റിന് പോകാൻ പോണേ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യണത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇന്ത്യ മൊത്തം ഒന്ന് ബുള്ളറ്റിന് ഇങ്ങനെ ചുറ്റിക്കാണോന്നുള്ളത്. അപ്പോൾ ഈ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ തലക്കര എവിടെയെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ദുൽഖർ സൽമാൻ്റെ നീലാകാശം പടം കണ്ടേ പിന്നെയാണ് ഈ ഒരു ആഗ്രഹം തലക്കേറിയത്. അപ്പോൾ അങ്ങനത്തെ ട്രിപ്പാണ് ഞാൻ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നാളത്തെ റിസർച്ചും എല്ലാം പ്രിപ്പറേഷനും എല്ലാം ചെയ്തിട്ട് ഒരു ലോങ് ഐറ്റിനറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു 5 to 7 months എടുത്ത് ഒരു 30,000 കിലോമീറ്റേഴ്സിന് മേലുള്ളൊരു ട്രിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ഈ ട്രിപ്പിന് മുമ്പ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും കാണിക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ ബാ. ഇത് കണ്ട, ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന സാധനം കേട്ടോ നിങ്ങൾക്ക്. ഇത് എൻ്റെ റൈഡിങ് ഗിയറാണ്. ഈ റൈഡിങ് ഫാൻ എന്ന് പറയുമ്പോഴേക്കും സ്പാഡ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ അതിൽ നല്ല നീ സപ്പോർട്ടും നീ ഗാർഡായിട്ട് നല്ല തിക്കാണ്. അപ്പോൾ വീണാലോ ഒന്നും പറ്റിയൊന്നുമില്ല. പിന്നെ റൈഡിങ് ജാക്കറ്റ് റൈനോക്സിൻ്റെ. റൈനോക്സ് ആണെങ്കിലും ഇവിടേക്കാണ്, ചെസ്റ്റ് ആണെങ്കിലും പാഡഡാണ്. പിന്നെ ഷോൾഡർ ആണെങ്കിലും നല്ല തിക്കായിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ മേടിച്ചത്. പിന്നെ റെയിൻ കോട്ട്, ഇത് റൈനോക്സിൻ്റെ തന്നെയാണ്. അത് ടോപ്പും ഉണ്ട്, അല്ലാണ്ട് പാൻറ്റും ഉണ്ട്. പിന്നെ വരുന്നത് റൈഡിങ് ബൂട്ട്. റൈഡിങ് ബൂട്ട് TVSൻ്റെയാണ് ഞാൻ മേടിച്ചത്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അല്ലാണ്ട് വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ ഇത് എനിക്ക് കംഫർട്ടായിട്ട് തോന്നി യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു TVSൻ്റെ ഈ മോഡൽ മേടിച്ചത്. അതില്ലേ, അപ്പോൾ ബാക്കി ഇത്രയും സാധനങ്ങളായിട്ടാണ് ഞാൻ പോണേട്ടാ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടെൻറ്റാണ്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് കൂടുതലും കിടക്കുന്നത് പെട്രോൾ പമ്പിലും അല്ലെങ്കിൽ ക്യാമ്പിംഗ് സ്പേസിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട് ചെറിയൊരു ടെൻറ്റാണിത്. പിന്നെ ഇത് വരുന്നത് ഒരു ഹൈഡ്രേഷൻ ബാഗാണ്. 3 ലിറ്ററിൻ്റെ ആമസോണിൽ ഞാൻ മേടിച്ചൊരു ഹൈഡ്രേഷൻ ബാഗാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കും റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വണ്ടിയുടെ ആക്സസറീസാണ്. ഇതൊരു മോട്ടോറുള്ള ചെയിൻ ലൂബ്, പിന്നെ ഒരു ഹെൽമെറ്റ് ക്ലീനർ, പിന്നെ ഇതാണെങ്കിൽ ഒരു പെയർ സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു സ്പെയർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻജിൻ ഓയിൽ, പിന്നെ ചെയിൻ ലൂബ്, അങ്ങനെ. പിന്നെ ഞാൻ ഒരു എക്സ്ട്രാ പെയർ ഷൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ റെക്കോർഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ്. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു DJയുടെ ഡ്രോണാണ്, നിയോ എന്ന് പറഞ്ഞ മോഡൽ. പിന്നെ അതിൻ്റെ ഒരു 3 സെറ്റ് ബാറ്ററീസ്, പിന്നെ അതിൻ്റെ കൺട്രോളർ, പിന്നെ ഇത് Insta360യുടെ ഒരു ആക്ഷൻ ക്യാമാണ്. അപ്പോൾ ഇതായിരിക്കും ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ വെക്കുന്നത് ഞാൻ റൈഡ് ചെയ്യുമ്പോഴേക്കും. പിന്നെ അതല്ലാണ്ട് ഒരു റീബാൻ്റെ മെറ്റ എന്ന് പറഞ്ഞൊരു ഗ്ലാസ്സും ഉണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ മെഡിക്കൽ സപ്ലൈസ് ഞാൻ ഈ ഒരു ബാഗിലാണ് വെച്ചേക്കുന്നത്. എല്ലാ മെഡിസിൻസും. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ പഞ്ചർ ഒട്ടിക്കാനാണെങ്കിലും ഒരു പഞ്ചർ കിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യണ ഒരു ടയർ ഇൻഫ്ലേറ്ററും ഉണ്ട്. ഇത് നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റായിട്ട് തോന്നിയുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണത്. ഇത് കണ്ട, ഇതാണ് എൻ്റെ കുക്കിംഗ് സ്റ്റൗ. ചെറിയൊരു പോർട്ടബിൾ സ്റ്റൗവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് കണ്ട, ഇങ്ങനെ സിലിണ്ടറിലായിട്ട് വന്ന ബ്യൂട്ടൈൻ ഗ്യാസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ 2 എണ്ണം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വഴിയിൽ നിന്ന് മേടിക്കും. പിന്നെ എണ്ണക്ക് പകരം ഞാൻ ഈ കുക്കിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യണത്, ഒലിവ് ഓയിലിൻ്റെ കുക്കിംഗ് സ്പ്രേ. പിന്നെ എൻ്റെ ഫ്രൈയിങ് പാനും ലഞ്ച് ബോക്സും പ്ലേറ്റും എല്ലാം ഈ ഒരു പാത്രമാണ്. പിന്നെ ഇനി ബാക്കിയുള്ളതെന്ന് പറയുന്നത് തണുപ്പാകുമ്പോഴേക്കും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു ഗ്ലൗസാണ്. അത്യാവശ്യം തിക്കാണ്, വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഇതൊരു നീ ഗാർഡ്. പിന്നെ വരുന്നത് ഈ ഒരു ചെയിൻ. അവിടെ നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കര സ്നോ ഉള്ളപ്പോഴേക്കും ഈ ഒരു ചെയിൻ ടയറിലിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഗ്രിപ്പൊക്കെ കിട്ടും, അതിന് വേണ്ടിയുള്ളതാണ് ഈ ചെയിൻ. ഈ ബാക്ക് പാക്കാണ്. ഈ ബാക്ക് പാക്കിലാണ് എൻ്റെ എല്ലാ വിൻ്റർ ക്ലോത്ത്സും. ഇതെല്ലാം നമ്മൾ അവിടെ നോർത്തിൽ പോകുമ്പോഴേ ആവശ്യം വരുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ലഗേജ് എല്ലാം ഞാൻ വെക്കുന്നത് ഈ 3 ബോക്സിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതും സൈഡ് ബോക്സാണ്. അപ്പോൾ സൈഡ് പാനിയേഴ്സ്. അപ്പോൾ അതിൽ ഒരു
28 ലിറ്റേഴ്സ് വെച്ച് കപ്പാസിറ്റി ഉണ്ട് 2 ബോക്സിലും. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു ടോപ്പ് ബോക്സ്, അത് ബാക്കിൽ വരുന്ന ബോക്സ്, അതൊരു 45 ലിറ്റർ കപ്പാസിറ്റിയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഹെൽമെറ്റ്, SMKയുടെ ഹെൽമെറ്റാണ് ഞാൻ യൂസ് ചെയ്യണത്, മോട്ടോക്രോസ് ഹെൽമെറ്റ്. പിന്നെ എക്സ്ട്രാ പെട്രോളിന് വേണ്ടി 2 ജെറി ക്യാൻ കണ്ടോ. അപ്പോൾ ഇല്ലേ നമ്മൾ ഇത്രയും സാധനങ്ങളായിട്ടാണ് പോണത്. അപ്പോൾ ഇത് കൂടുതൽ വീഡിയോസിലേക്ക് ഇന്ത്യ മൊത്തം ഞാൻ പോണ ട്രിപ്പിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.